നമസ്കാരം. 4 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പെസോട്ട് ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് 3ഓളം വാർത്തകൾ ഞങ്ങൾ നൽകിയിരുന്നു. അന്ന് വാർത്തക്ക് കാരണമായത് അന്നത്തെ പള്ളി ഭാരവാഹികൾക്കെതിരെ സാമ്പത്തിക ആരോപണം ഉയർന്നതും വഖഫ് ബോർഡ് മുത്തവല്ലിയെ നിയമിച്ചതുമാണ്. ആദ്യഘട്ടത്തിൽ മുത്തവല്ലിയെ നിയമിച്ചു എന്നതൊഴികെയുള്ള മറ്റൊരു ആരോപണത്തിലേക്കും ഞങ്ങൾ പോയിരുന്നില്ല. പക്ഷേ മുത്തവല്ലിക്ക് കണക്കുകൾ രേഖപ്പെടുത്തിയ രജിസ്റ്ററുകൾ കൈമാറാത്ത അന്നത്തെ പ്രസിഡന്റായിരുന്ന RK ബാവ ഒഴിഞ്ഞു മാറിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദമുയരുകയും അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുകയും രണ്ടാമത്തെ വാർത്ത നൽകുകയുണ്ടായി. പള്ളി പ്രസിഡന്റായ RK ബാവയോട് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് കള്ളനൊന്നും വിളിപ്പിക്കരുത്. കാരണം നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പെസോട്ട് ജുമാ മസ്ജിദിന്റെ പേരിലുണ്ടായിരുന്ന മുംബൈയിലെ കെട്ടിടങ്ങൾ വിൽപ്പന നടത്തിയതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്ന് വിൽപ്പന നടത്തിയത് വളരെ തുച്ഛമായ വിലക്കാണെന്നും ഇതിൽ കൂടുതൽ വില ലഭിക്കുമായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ജമാഅത്ത് കമ്മിറ്റി വിറ്റു എന്ന് അവകാശപ്പെട്ട ആ കെട്ടിടങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ തന്നെയായിരുന്നു അന്ന് വാർത്ത നൽകുമ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇവർ വിൽപ്പന നടത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു. എന്തുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ പേര് അതിൽ നിന്നും മാറിയിട്ടില്ല? അപ്പോൾ ഞങ്ങൾക്ക് സംശയമായി, ഈ കെട്ടിടം വിൽപ്പന നടന്നിട്ടില്ല, ഇത് വിൽപ്പന നടന്നു എന്ന് ധ്വനിപ്പിച്ചതാണ്. ഇത് രണ്ടാമത്തെ വാർത്തയിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്, നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ കൊണ്ട് വിളമ്പിക്കരുത്. നിങ്ങൾ ആ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ആ രജിസ്റ്റർ ബുക്കുകൾ മുത്തവല്ലിക്ക് കൈമാറൂ. പിന്നീടും ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷമാണ് മുത്തവല്ലിക്ക് കണക്ക് പുസ്തകങ്ങളൊക്കെ കൈമാറിയത്. ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും ആമുഖം ഈ വാർത്തയ്ക്ക് പറയാൻ കാരണം, ഈ RK ബാവയുടെ മുഴുവൻ പേര് അബു അബ്ദുള്ള ഹസൻ എന്നാണ്. അബു അബ്ദുള്ള ഹസൻ ഒരു വലിയൊരു തട്ടിപ്പ് കേസിൽ പെട്ടിരിക്കുകയാണ്. RK ബാവ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനും ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു. എന്തായിരുന്നു ആ തട്ടിപ്പ്? വാടകയ്ക്കായി ഒരു കെട്ടിടം RK ബാവാവും സംഘവും വാങ്ങിക്കുന്നു. തുടർന്ന് വ്യാജമായ ഡോക്യുമെന്റുകൾ ഉപയോഗിച്ച് അത് ഭീമമായ തുകക്ക് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുന്നു. ഒരു പള്ളി പ്രസിഡന്റ് ചെയ്ത കാര്യം ചിന്തിക്കണേ. ഈ കേസിലാണ് ബാവ പ്രതിയാണ്, RK ബാവ പ്രതിയാണ്. അദ്ദേഹത്തിന്റെ മകനും പ്രതിയായിരുന്നു. മകനായ അബൂബക്കർ സിദ്ദീഖ് PK അറസ്റ്റിലാകുകയും 3/1/2025 നൽകിയ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായിരുന്നത്. ഇതുവരെ RK ബാവക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. എന്റെ അറിവിൽ ഇതുവരെ പഴയ നിങ്ങളുടെ പ്രസിഡന്റിന് ജാമ്യം ലഭിച്ചിട്ടില്ല. വലിയ തട്ടിപ്പാണ് നടന്നത്. ഈ തട്ടിപ്പ് എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം? നിങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ എത്രമാത്രം സുതാര്യതയുള്ള ആളുകളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. പെസോട്ട് പള്ളി ജുമാ മസ്ജിദിന്റെ മുംബൈയിലെ കെട്ടിടങ്ങളിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. അത് വിൽപ്പന നടത്തിയതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ പോവുകയാണ്. പള്ളിയുടെ സ്വത്തല്ലേ, ഒരു വരുമാനമായിക്കോട്ടെ എന്ന് കരുതി പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അവരുടെ കുടുംബത്തിലെത്തേണ്ട കാശൊക്കെയാണ് ഈ പള്ളിയിലേക്ക് നൽകി പള്ളിയിലേക്ക് കെട്ടിടങ്ങളും മറ്റു സമ്പാദ്യങ്ങളും കൂട്ടുന്നത്. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹുവിന് ഭയമുള്ള ആളുകളാണ്. എവിടുന്നെങ്കിലും തട്ടിപ്പ് നടത്തി കയ്യിൽ കുറച്ച് കാശുമൊക്കെയായി നാട്ടിലൊരു പ്രമാണിയായി വിലസുന്ന ആൾക്കാരെ അല്ല ആ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അള്ളാഹുവിന് ഭയമുള്ള എത്ര ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ട്? പള്ളിയുടെ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ എന്തൊക്കെ തന്ത്രമാണ് അന്ന് ഇയാൾ പയറ്റിയത്? അന്ന് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളൊക്കെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ ബാബാഹാജി? ഞങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. ഓരോ കഥകളും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള വെല്ലുവിളികളുമായി ഒക്കെ വരുമ്പോൾ സൂക്ഷിക്കുക. ആയിട്ടില്ല, ഇതാ ഉദുമയിൽ ഇപ്പോൾ കണ്ണംകുളം എന്ന പള്ളിയിൽ ഇപ്പോൾ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വഖഫ് ബോർഡിന് പരാതിയുമായി സമർപ്പിച്ച ഒരു വ്യക്തിയെ അയാളെ ആക്ഷേപിക്കും വിധം പള്ളിയിൽ ജുമാക്ക് നോട്ടീസ് വായിക്കുക, അത് FIR ആകുക, ഗൂഢാലോചനയ്ക്ക് 5-8 പേര് പ്രതികളാകുക, പള്ളി കമ്മിറ്റി അംഗങ്ങൾ പ്രതികളാകുക. ആ നോട്ടീസ് പള്ളിയിൽ വായിക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു. വഖഫിൽ പരാതിയുമായി ചെന്ന ആൾ ഒരു തെളിവും ഇല്ലാതെയാണ് വന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ 1 ലക്ഷം രൂപയുടെ തിരിമറിയൊക്കെ പിടിച്ച് പള്ളിയിലേക്ക് തിരിച്ചു വെപ്പിച്ചത് ആരാണ്? ആ മനുഷ്യൻ പരാതി നൽകിയതുകൊണ്ടല്ലോ നിങ്ങൾ മുഖ്യ കാശൊക്കെ തിരിച്ച് പള്ളിയിലേക്ക് വെച്ചത്. ഇങ്ങനെ നിരവധി പള്ളികളിൽ സാമ്പത്തിക ചൂഷണത്തിന് ലക്ഷ്യമിട്ട് പലരും കടന്നു കയറിയിരിക്കുകയാണ്. വേറൊരു പള്ളിയിൽ
8 കോടി രൂപ നഷ്ടപ്പെട്ട ഒരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ പള്ളികളിൽ ചൂഷകർ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്താൽ AP-കാരാക്കും, EK-കാരാക്കും, മുജാഹിദാരാക്കും, അവിടെ തമ്മിൽ അടിയുണ്ടാക്കും. പല ദിക്കുകളിലും പല ഇടങ്ങളിലും ഉണ്ട് ഇത്. അവർക്ക് അള്ളാഹുവിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, അവർക്ക് ഇസ്ലാമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അവർക്ക് കമ്മിറ്റ്മെന്റ് കാശിനോട് മാത്രമാണ്. അതെങ്ങനെ നമ്മുടെ പക്കത്താക്കാം, അതെങ്ങനെ നമ്മൾക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം, അതെങ്ങനെ സ്വർണ്ണക്കടയിലേക്ക് നൽകാം, അതെങ്ങനെ പലിശക്ക് നൽകാം, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ പള്ളി കമ്മിറ്റികളിൽ കൂടിയിരിക്കുകയാണ്. ഈ റംസാൻ മാസമെങ്കിലും നമ്മുടെ വിശ്വാസികൾ ഇത് തിരുത്താനുള്ള ഒരു ഉറച്ച തീരുമാനം കൈക്കൊള്ളണം. നമ്മുടെ പള്ളികൾ ഇത്തരം കപടന്മാരുടെ കൈകളിൽ അകപ്പെടരുത്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. നന്ദി, നമസ്കാരം.